വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അൽ സുവൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. അധ്യായം 247. നിരുപാധിക സ്നേഹമാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. ജീവിതത്തിൽ എല്ലാവരും സ്നേഹം കൊതിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്നവരിൽ നിന്നും വേണ്ട അളവിൽ ലഭിക്കുന്ന സ്നേഹം വ്യക്തിയുടെ സർഗാത്മകത വളർന്നു പരിലസിക്കുവാനും ജീവിത വിജയവും സന്തോഷവും സാക്ഷാത്കരിക്കുവാനും സഹായകമാകും. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. അതിനാൽ വ്യക്തികളുടെ കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിരുപാധിക സ്നേഹമാണ് സമൂഹത്തിന്റെ വിജയരഹസ്യം. പലപ്പോഴും ജീവിതം വളരെ വിചിത്രമായ മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുന്നത്. ചിലരിൽ നിന്ന് സ്നേഹം കിട്ടാൻ നാം ആഗ്രഹിക്കുന്നു. മറ്റു ചിലർ നമ്മെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ സ്നേഹം സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഒരുപക്ഷെ അവരോട് നമുക്ക് ഇഷ്ടമില്ലായിരിക്കാം. അതേസമയം നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് സ്നേഹം കിട്ടുന്നുമില്ല. അങ്ങനെ സ്നേഹം കൊടുക്കാനോ സ്വീകരിക്കാനോ കഴിയാത്ത അവസ്ഥ. എല്ലാവർക്കും എല്ലാവരെയും എപ്പോഴും സ്നേഹിക്കാൻ കഴിയണമെന്നില്ല. എങ്കിലും നിരുപാധിക സ്നേഹത്തിന്റെ വിശാലമായ ശീതളഛായയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനും ഗുണകാംക്ഷയോടെയുള്ള സഹവർത്തിത്വം ഉറപ്പുവരുത്തുവാനും സാധിക്കും. ജീവിതം തനിയെ തുടങ്ങുന്നൊരു യാത്രയാണ്. വഴിയിൽ പലരും കൂടെ കൂടുന്നു. ചിലർ ചിരിപ്പിക്കുന്നു, മറ്റു ചിലർ കരയിപ്പിക്കുന്നു. ചിലർ സഹായിക്കുന്നു, ചിലർ ഉപദ്രവിക്കുന്നു. ചിലർ പാഠങ്ങൾ പകർന്നു തരുന്നു, വേറെ ചിലർ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ യാത്രയുടെ ഒടുക്കം വീണ്ടും നാം തനിച്ചാകും. അതാണ് ജീവിതം. ബാക്കിയാക്കുന്നത് നാം ജീവിച്ചു തീർത്ത നാളുകളിൽ മാറ്റിവെച്ച നന്മകൾ മാത്രം. ചിലപ്പോഴെങ്കിലും ജീവിതം അധ്യാപകനേക്കാൾ കർക്കശക്കാരനാണെന്ന് തോന്നിയാൽ കുറ്റം പറയാനാവില്ല. കാരണം അധ്യാപകൻ പാഠങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമാണ് പരീക്ഷ നടത്തുന്നത്. എന്നാൽ ജീവിതം പരീക്ഷണങ്ങളിലൂടെയാണ് പല പാഠങ്ങളും പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ സ്നേഹത്തിന് അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത് നാം തന്നെയാണ്. സ്നേഹത്തിന് നിബന്ധനകൾ വെക്കുമ്പോൾ അത് ആത്മാർത്ഥതയില്ലാത്ത യാന്ത്രികമായ അഭിനയമായി മാറും. ഓരോരോ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽ ഇഷ്ടവും ഇഷ്ടക്കേടുകളും രൂപപ്പെടുമ്പോൾ മാനസികവും സാമൂഹികവുമായ ഒട്ടേറെ പ്രതിസന്ധികളാണ് അഭിമുഖീകരിക്കേണ്ടി വരിക. അറ്റമില്ലാത്ത സ്നേഹം ഉടലെടുക്കുന്നത് കുറ്റം തേടി അലയാത്ത മനസ്സുകളിൽ നിന്നാണ്. മുഖംമൂടികളില്ലാതെ സുതാര്യമായ മനസ്സും ചിന്തയും സമന്വയിക്കുന്നിടത്താണ് നിരുപാധിക സ്നേഹം നിലനിൽക്കുക. ജീവിതത്തിൽ നമുക്കൊക്കെ സവിശേഷമായ നിയോഗങ്ങളുണ്ട്. അവയുടെ ശരിയായ നിർവഹണമാണ് ജീവിതം മനോഹരമാക്കുക. ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെ വഴിയിൽ ജീവിതം നമ്മെ ഒരുപാട് വേഷങ്ങൾ കെട്ടിക്കുന്നു. സ്വപ്നങ്ങളുടെ അതിർവരമ്പുകളെ നിശബ്ദമാക്കി പലവിധ കാഴ്ചകളും നമുക്ക് കാട്ടിത്തരുന്നു. പക്ഷേ സ്നേഹം അത് നല്ല മനസ്സുള്ളവർ തരുന്ന സമ്മാനമാണ്. സുമനസ്സുകളുടെ സ്നേഹം ലഭിക്കണമെങ്കിൽ നിരുപാധിക സ്നേഹത്തിലൂടെ ഹൃദയങ്ങൾ കീഴടക്കുവാൻ ശ്രദ്ധിക്കണം. സ്നേഹിതനിൽ കാണണമെന്ന് നാം ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ആദ്യം നാം പ്രകടമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് അയാളിൽ പ്രകടമാകാൻ തുടങ്ങും. സ്നേഹിതൻ ഒരു കണ്ണാടിയാണ്, നല്ലതും മോശമായതും പ്രകടമാക്കുന്ന മാന്ത്രിക കണ്ണാടി. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയണം. എത്ര സമയമെന്നോ എപ്പോൾ തീരുമെന്നോ ആർക്കും മുൻകൂട്ടി തീരുമാനിക്കുവാൻ സാധിക്കാത്തതിനാൽ ലഭിക്കുന്ന ഓരോ നിമിഷവും സ്നേഹം കൊണ്ടും ഗുണകാംക്ഷ കൊണ്ടും അവിസ്മരണീയമാക്കുക. പരസ്പരമുള്ള കലഹം, വെറുപ്പ്, വിദ്വേഷം തുടങ്ങിയവയ്ക്കൊന്നും മനസ്സിൽ സ്ഥാനം കൊടുക്കാതെ സ്നേഹത്തിന്റെ പൂഞ്ചോല തീർക്കുന്നവരാണ് ജീവിതം സാർത്ഥകമാക്കുന്നവർ. ചങ്ങലയെ ദുർബലമാക്കുവാൻ അതിലെ ബലമില്ലാത്ത ഒരൊറ്റ കണ്ണി മാത്രം മതിയാകും. അതുപോലെ തന്നെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത ഒരൊറ്റ കുറവ് മതിയാകും സ്നേഹബന്ധങ്ങളെ ദുർബലപ്പെടുത്തുവാൻ. സ്നേഹബന്ധങ്ങളെ നട്ടുനനച്ച് വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുകയെന്നത് ഏറെ പ്രധാനമാണ്. തുറന്ന ആശയവിനിമയം, സൗഹൃദ സന്ദർശനങ്ങൾ, ഒരുമിച്ചുള്ള യാത്രകൾ, സമ്മാനങ്ങൾ, സന്തോഷങ്ങളും ആഘോഷങ്ങളും പങ്കുവെക്കൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെ സ്നേഹബന്ധങ്ങളെ പരിപോഷിപ്പിക്കാനാവും. ഓർക്കുക, തിരി തെളിയിക്കുവാൻ എളുപ്പമാണ്, അതണയാതെ സൂക്ഷിക്കാനാണ് പ്രയാസം. മാരകരോഗം ബാധിച്ച് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ എന്നുറപ്പായ പലരും ജീവിതത്തിൽ സ്നേഹമാണ് യഥാർത്ഥ സ്വത്ത് എന്ന് തിരിച്ചറിയുകയും ബാക്കിയുള്ള നിമിഷങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചും വിഷമിച്ചവരോട് ക്ഷമ ചോദിച്ചും മാപ്പ് കൊടുത്തുമൊക്കെ ചെലവഴിക്കാറുണ്ട്. വിരലിലെണ്ണാവുന്ന നിമിഷങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഉറപ്പായാൽ പിന്നെ ഒരാൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ക്ഷമിക്കുക, അതുമാത്രം.
വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതം കുറച്ച് ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ തീരുന്നതേയുള്ളൂ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതം ചില മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. അതിനാൽ ജീവിതത്തിൻ്റെ സന്തോഷ സന്താപങ്ങളിൽ ക്ഷമയവലംബിച്ച് മുന്നേറുക. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്നാണ് ഒരു അറബി കവി പറഞ്ഞു വച്ചത്. അതിനാൽ നിരുപാധിക സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. മനസ്സുകളെ സ്വാധീനിക്കുവാനും ശാക്തീകരിക്കുവാനും കഴിവുള്ള ഈ ദിവ്യ ഔഷധമാണ് കാലം തേടുന്ന ഏറ്റവും വലിയ വിജയമന്ത്രം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 009745552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.